കാലത്തെ വമ്പൻ സ്രാവുകളും വൻകിട നിക്ഷേപകരും വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം വളരെ മുൻകൂട്ടി പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സൂചകമാണ് ബോണ്ട് ഈൽഡ് കർവ്. സാധാരണയായി 2 വർഷത്തെ ഹ്രസ്വകാല ബോണ്ടുകളേക്കാൾ 10 വർഷത്തെ ദീർഘകാല ബോണ്ടുകൾക്കാണ് കൂടുതൽ പലിശ ലഭിക്കാറുള്ളത്. എന്നാൽ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന സൂചന ലഭിക്കുമ്പോൾ സ്മാർട്ട് മണി മുഴുവൻ ദീർഘകാല ബോണ്ടുകളിലേക്ക് മാറുകയും തൽഫലമായി ഹ്രസ്വകാല ബോണ്ടുകളുടെ പലിശ നിരക്ക് ദീർഘകാല ബോണ്ടുകളേക്കാൾ മുകളിലാകുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെയാണ് യീൽഡ് കർവ് ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിലെ ഭൂരിഭാഗം സാമ്പത്തിക മാന്ദ്യങ്ങൾക്കും 12 മുതൽ 18 മാസം മുൻപ് ഈ അലാറം സിഗ്നൽ കൃത്യമായി മുഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓഹരി വിപണിയിൽ വലിയ തകർച്ചകൾ ഉണ്ടാകുന്നതിന് മുൻപ് തങ്ങളുടെ പോർട്ട്ഫോളിയോ സുരക്ഷിതമാക്കാൻ വൻകിട നിക്ഷേപകർ ബോണ്ടുകളെ ഒരു പ്രധാന നിക്ഷേപമായി കാണുന്നത്. സാധാരണക്കാർ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉയർന്ന അസ്ഥിരതയുള്ള ഓഹരി വിപണിയോ അല്ലെങ്കിൽ നികുതിക്ക് ശേഷം പണപ്പെരുപ്പത്തെ പോലും മറികടക്കാൻ കെൽപ്പില്ലാത്ത ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയോ ആണ് തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ വളരെ കുറഞ്ഞ റിസ്കിൽ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ഏകദേശം 8 മുതൽ 15% വരെയുള്ള കൃത്യവും സ്ഥിരവുമായ വരുമാനം നൽകി ഒരു മികച്ച സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ബോണ്ടുകൾക്ക് സാധിക്കും. ബോണ്ടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇപ്പോൾ നിലവിൽ തുടരുന്ന മറ്റൊരു സാഹചര്യം വിലയിരുത്താം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. വെറും 4 ദിവസം കൊണ്ട് വിദേശ നിക്ഷേപകർ നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കിയത് ഏകദേശം 10,000 കോടി രൂപയാണ്. ഇത്രയും വലിയ തുക അവർ നിക്ഷേപിച്ചത് നമ്മൾ ദിവസം കേൾക്കുന്ന ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നുമല്ല. പകരം സാധാരണക്കാർ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ബോണ്ട് മാർക്കറ്റിലാണ്. മുൻപ് ദിവസവും ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ടിരുന്ന വിദേശികളാണ് ഇപ്പോൾ ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നത്. ഇതിന് കാരണം നമ്മുടെ ഗവൺമെന്റും RBIയും എടുത്ത 2 മാസ്റ്റർ സ്ട്രോക്കുകളാണ്. ഒന്ന്, ഇവിടെ ബോണ്ടുകളിൽ നിക്ഷേപിച്ച് കിട്ടുന്ന ലാഭത്തിന്മേലുള്ള ടാക്സ് സർക്കാർ പൂർണ്ണമായി ഒഴിവാക്കി. 2, അവർക്ക് വാങ്ങാൻ പറ്റുന്ന ബോണ്ടുകളുടെ എണ്ണവും പരിധിയും RBI കൂട്ടി നൽകി. ഇതോടെ വിദേശികൾ ക്യൂ നിന്ന് ഇന്ത്യൻ ബോണ്ടുകൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഫലമായി ബോണ്ട് ഈൽഡുകൾ കുറയാനും തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ലോകത്തിലെ വമ്പൻ സ്രാവുകളായ വിദേശ നിക്ഷേപകർ ഇത്രയധികം തുക ഈ ബോണ്ടുകളിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബോണ്ട് മാർക്കറ്റിന്റെ യഥാർത്ഥ പവർ? എന്തുകൊണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരായ നിക്ഷേപകരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോ കൊടുക്കുന്ന കടമാണ് ബോണ്ടുകൾ അഥവാ കടപ്പത്രങ്ങൾ. തിരിച്ച് അവർ നിങ്ങൾക്ക് കൃത്യമായി പലിശ തരുമെന്ന് ഉറപ്പു നൽകുന്നു. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ ആക്സിലേറ്റർ ആണെങ്കിൽ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ്, അതിന്റെ ബ്രേക്ക് ആണ്. ഇന്ത്യയിലെ ബോണ്ട് മാർക്കറ്റ് ഇന്ന് അതിവേഗം വളരുകയാണ്. ആഗോളതലത്തിൽ യുദ്ധങ്ങളും വിപണിയിൽ അസ്ഥിരതയും ഉണ്ടാകുമ്പോൾ ഷെയർ മാർക്കറ്റ് താഴേക്ക് പോയേക്കാം. എന്നാൽ ബോണ്ടുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ പണം മുഴുവൻ ബാങ്ക് FDയിലിടും, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് മുഴുവൻ പണവും ഷെയർ മാർക്കറ്റിലിടും. എന്നാൽ ഒരു ബുദ്ധിയുള്ള നിക്ഷേപകൻ തന്റെ പോർട്ട്ഫോളിയോയിൽ ബോണ്ടുകൾ കൂടി ഉൾപ്പെടുത്തും. നിങ്ങളൊരു ബോണ്ട് വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അത് പുറത്തിറക്കുന്ന സ്ഥാപനത്തിന്, അതായത് കടം വാങ്ങുന്നയാൾക്ക് പണം കടമായി നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരമായി കടം നൽകിയ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, കൂപ്പൺ ഈൽഡാണ്. അതായത് ബോണ്ടിന്റെ നിബന്ധനകൾ അനുസരിച്ച് മാസം തോറുമോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ കൃത്യമായ ഇടവേളകൾ ലഭിക്കുന്ന പലിശ. 2, ഈൽഡ് ടു മെച്യൂരിറ്റി ആണ്. അതായത് ബോണ്ടിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച അസൽ തുക നിങ്ങൾക്ക് പരിപൂർണമായി തിരികെ ലഭിക്കുന്നു. ചുരുക്കത്തിൽ, കൃത്യമായ ഇടവേളകളിൽ പലിശയും കാലാവധി കഴിയുമ്പോൾ അസൽ തുകയും തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ നിക്ഷേപകൻ ബോണ്ട് പുറത്തിറക്കുന്ന സ്ഥാപനത്തിന് നൽകുന്ന ഒരുതരം വായ്പയാണ് ബോണ്ടുകൾ. ബോണ്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവ നൽകുന്ന സ്ഥിരമായ പലിശ തന്നെയാണ്. കൂപ്പൺ പേയ്മെന്റുകൾ എന്നറിയപ്പെടുന്ന ഈ പലിശ ബോണ്ടിന്റെ നിബന്ധനകൾക്കനുസരിച്ച് മാസം തോറുമോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നിക്ഷേപകന് ലഭിക്കുന്നു. കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കാനാകുന്ന ഈ സ്ഥിര വരുമാനം ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ചോയ്സ് ആണ് ബോണ്ടുകൾ. രണ്ടാമത്തെ സവിശേഷത അതിന്റെ കാലാവധിയാണ്. ബോണ്ടിന്റെ കാലാവധി പൂർത്തിയാകുന്ന ഈ പ്രത്യേക ദിവസം അത് പുറത്തിറക്കിയ സ്ഥാപനം നിക്ഷേപകന് അസൽ തുക പൂർണ്ണമായി തിരികെ നൽകും. ബോണ്ടുകൾ ഹ്രസ്വകാലത്തേക്കോ മധ്യകാലത്തേക്കോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ലഭ്യമാണ്. ഈ കാലാവധിയാണ് നിങ്ങൾക്ക് എത്ര നാൾ പലിശ ലഭിക്കുമെന്നും നിങ്ങളുടെ പണം എത്ര കാലത്തേക്ക് ലോക്ക് ഇൻ ആയിരിക്കുമെന്നും തീരുമാനിക്കുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കേണ്ടത് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്.
ക്രിസിൽ കെയർ, ഇക്ര തുടങ്ങിയ റേറ്റിംഗ് ഏജൻസികളാണ് ബോണ്ടുകൾക്ക് ഈ റേറ്റിംഗ് നൽകുന്നത്. ബോണ്ട് പുറത്തിറക്കുന്ന കമ്പനിക്ക് നിങ്ങളുടെ പണവും പലിശയും കൃത്യമായി തിരികെ നൽകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ റേറ്റിംഗ് നിങ്ങളെ സഹായിക്കും. എന്തുകൊണ്ട് ബോണ്ടുകൾ വാങ്ങണമെന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഭൂരിഭാഗം ആളുകളും നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ഓഹരി വിപണി അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് മാത്രമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഓഹരി വിപണിയിൽ ഉയർന്ന ലാഭത്തിനുള്ള സാധ്യതയുണ്ടെങ്കിലും അവ വിപണിയിലെ അസ്ഥിരതയ്ക്ക് അടിമപ്പെടാൻ സാധ്യത കൂടുതലാണ്. മറുഭാഗത്ത് ബാങ്ക് എഫ്ഡിയിൽ നിന്നുള്ള ലാഭം നികുതിക്ക് ശേഷം പണപ്പെരുപ്പത്തെ പോലും മറികടക്കാൻ കെൽപ്പില്ല. ഇവിടെയാണ് ബോണ്ടുകൾ കൃത്യമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നത്. വളരെ കുറഞ്ഞ റിസ്കിൽ പണപ്പെരുപ്പത്തെ മറികടക്കുന്നതും മുൻകൂട്ടി പ്രവചിക്കാനാകുന്നതുമായ ഏകദേശം 8 മുതൽ 15% വരെ ലാഭം നൽകാനും ബോണ്ടുകൾക്ക് സാധിക്കുന്നുണ്ട്. ബോണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാകുന്നതിന്റെ പ്രധാന കാരണം അവ നൽകുന്ന കൃത്യവും സ്ഥിരമായ വരുമാനം തന്നെയാണ്. അതായത് പ്രെഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ ഇൻകം സ്ട്രീം. പ്രത്യേകിച്ച് ഓഹരി വിപണി അസ്ഥിരമായിരിക്കുമ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് സുരക്ഷിതമായ ഒരു നിക്ഷേപ കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. ഓഹരികളെ അപേക്ഷിച്ച് ലാഭം കുറവാണെങ്കിലും ബോണ്ടുകൾ കൂടുതൽ സുരക്ഷിതവും സ്ഥിരതയുമുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു ബോണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് മാസം തോറും ലഭിക്കുന്ന പലിശയും അതിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ആകെ ആദായവും നിക്ഷേപകന് കൃത്യമായി അറിയാൻ സാധിക്കും. കൂടാതെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഒട്ടുമില്ലാത്ത ഗവൺമെന്റ് ബോണ്ടുകൾ എക്കാലത്തും സ്ഥിരമായ ലാഭം തന്നെയാണ് നൽകുന്നത്. ഇന്ത്യയിലെ 10 വർഷത്തെ ഗവൺമെന്റ് ബോണ്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 6.5% മുതൽ 8% വരെ ആദായം നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പോർട്ട്ഫോളിയോയിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ ബോണ്ടുകൾ സഹായിക്കും. ബോണ്ടുകൾക്ക് സാധാരണയായി ഓഹരി വിപണിയുമായി വളരെ കുറഞ്ഞ ആഭിമുഖ്യം മാത്രമാണുള്ളത്. അതായത് ഷെയർ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ബോണ്ടുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തിരിച്ചും ഇത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ വിപണിയിലെ തകർച്ചകൾക്കെതിരെയുള്ള മികച്ച പ്രതിരോധ കവചമായി ബോണ്ടുകളെ നിക്ഷേപകർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള വിവിധ സ്ഥാപനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ബോണ്ടുകൾ പുറത്തിറക്കാറുണ്ട്. ഇവ ഓരോന്നിന്റെയും ലക്ഷ്യങ്ങളും അതിലടങ്ങിയിരിക്കുന്ന റിസ്ക്കും ലാഭവും പല രീതിയിലായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സുരക്ഷിതവുമായത് നമ്മുടെ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് വഴി പുറത്തിറക്കുന്ന ബോണ്ടുകളാണ്. ഇതിൽ 91 ദിവസം മുതൽ 364 ദിവസം വരെയുള്ള വളരെ കുറഞ്ഞ കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ ട്രഷറി ബില്ലുകളും 40 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ദീർഘകാല നിക്ഷേപങ്ങൾക്കായി ഗവൺമെന്റ് സെക്യൂരിറ്റീസും സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വില വർധനവിനൊപ്പം കൃത്യമായ പലിശ തരുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകളും പണപ്പെരുപ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് പണത്തെ സംരക്ഷിക്കുന്ന ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ടുകളും വിപണിയിലെ പലിശ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭത്തിൽ വ്യത്യാസം വരുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യം എന്തു തന്നെ ആയാലും അതിനനുസരിച്ചുള്ള സുരക്ഷിതമായ ഓപ്ഷനുകൾ ഗവൺമെന്റ് ബോണ്ടുകളിലുണ്ട്. കേന്ദ്ര സർക്കാരിന് പുറമെ ഇന്ത്യൻ ഗവൺമെന്റിന് കുറഞ്ഞ 51% ഓഹരിയുള്ള NTPC, NHAA, PFC, REC, IRFC തുടങ്ങിയ വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളും വിപണിയിൽ നിന്ന് പണം കണ്ടെത്താൻ ബോണ്ടുകൾ പുറത്തിറക്കാറുണ്ട്. ഇതിനൊപ്പം കുടിവെള്ള വിതരണം, സ്മാർട്ട് സിറ്റി തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്കായി നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മുനിസിപ്പാലിറ്റികളോ ഇറക്കുന്ന മുനിസിപ്പൽ ബോണ്ടുകളും സാമ്പത്തിക ആവശ്യങ്ങൾക്കായി SBI, HDFC പോലുള്ള പ്രമുഖ ബാങ്കുകളും ബജാജ്, ശ്രീറാം ഫിനാൻസ് പോലുള്ള NBFCകളും പുറത്തിറക്കുന്ന ബോണ്ടുകളും ലഭ്യമാണ്. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന ലാഭം ആഗ്രഹിക്കുന്നവർക്കായി പൊതു സ്വകാര്യ ലിമിറ്റഡ് കമ്പനികൾ പുറത്തിറക്കുന്ന കോർപ്പറേറ്റ് ബോണ്ടുകളും ഉണ്ട്. ഇവയിൽ ഏകദേശം 13% വരെ ഉയർന്ന റിട്ടേൺസ് ലഭിക്കാറുണ്ട് എന്ന് മാത്രമല്ല, ഇവ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ വിൽക്കാനും സാധിക്കും. ഇനി സംസ്ഥാന സർക്കാരുകളുടെ കാര്യം നോക്കിയാൽ അവരുടെ സാമ്പത്തിക കമ്മി നികത്തുന്നതിനായി സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ എന്ന പേരിൽ ബോണ്ടുകൾ പുറത്തിറക്കാറുണ്ട്. കേന്ദ്ര സർക്കാർ ബോണ്ടുകൾക്ക് സമാനമായ ഉയർന്ന സുരക്ഷിതത്വമാണ് ഇത്തരം സംസ്ഥാന ബോണ്ടുകളും നിക്ഷേപകർക്ക് നൽകുന്നത്. ഇങ്ങനെയാണെങ്കിലും ചില റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോണ്ടുകൾ വളരെ കുറഞ്ഞ റിസ്ക് മാത്രമുള്ള നിക്ഷേപമാണെങ്കിലും ഏതൊരു നിക്ഷേപകനും അറിഞ്ഞിരിക്കേണ്ട പരിമിതികളാണിവ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പണപ്പെരുപ്പത്തിന്റെ സ്വാധീനം. വിപണിയിലെ പണപ്പെരുപ്പ നിരക്ക് നിങ്ങളുടെ ബോണ്ട് തരുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായാൽ അത് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ പതുക്കെ കുറച്ചു കളയും. രണ്ടാമതായി ഇതിനുള്ള പരിമിതമായ ലിക്വിഡിറ്റിയാണ്.
ബോണ്ടുകൾ പൊതുവെ ദീർഘകാല നിക്ഷേപങ്ങളായതിനാൽ കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഷെയർ മാർക്കറ്റിലെ ഓഹരികൾ വിൽക്കുന്നത്ര എളുപ്പത്തിൽ എല്ലാ ബോണ്ടുകളും പെട്ടെന്ന് വിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തന്നെയുമല്ല, കാലാവധിക്ക് മുൻപ് നിർബന്ധമായ പണം പിൻവലിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പെനാൽറ്റിയോ ഫീസോ നൽകേണ്ടി വരികയും ചെയ്യും. മൂന്നാമതായി, ഇതിൽ നിന്നുള്ള കുറഞ്ഞ ലാഭമാണ്. സുരക്ഷിതമായ ഒരു നിക്ഷേപ അന്തരീക്ഷത്തിൽ കൃത്യമായ പലിശ ഉറപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ ഓഹരി വിപണി തരുന്ന അത്രയും വലിയ ഉയർന്ന ലാഭം ബോണ്ടുകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബോണ്ടുകളിൽ നിക്ഷേപം നടത്താൻ തീരുമാനിക്കേണ്ടത്? അതിൽ ആദ്യത്തേത് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ബോണ്ടിന്റെ മുഖവില, അതിന്റെ പലിശ നിരക്ക്, കാലാവധി എന്നിവ കൃത്യമായി വിലയിരുത്തി നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് എത്രത്തോളം സ്ഥിരത നൽകാൻ ഇതിന് സാധിക്കുമെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് ബോണ്ടിന്റെ കാലാവധി തന്നെയാണ്. ദീർഘകാല ബോണ്ടുകൾ ഉയർന്ന പലിശയും സ്ഥിര വരുമാനം തരുമെങ്കിലും നിങ്ങളുടെ പണം കൂടുതൽ കാലത്തേക്ക് അത് ലോക്കിൻ ആയിരിക്കുമെന്ന കാര്യം മറക്കരുത്. അതേസമയം ഹ്രസ്വകാല മധ്യകാല ബോണ്ടുകൾ കുറഞ്ഞ കാലയളവിലേക്ക് മികച്ച ലിക്വിഡിറ്റി നൽകുന്നതിനാൽ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അവയാണ് കൂടുതൽ അനുയോജ്യം. മൂന്നാമതായി, ഇതിൽ അടങ്ങിയിരിക്കുന്ന റിസ്ക് ഘടകങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണം. വിപണിയിലെ ഏറ്റവും മികച്ച ബോണ്ടുകൾ കണ്ടെത്താൻ കമ്പനികളുടെ ക്രെഡിറ്റ് റേറ്റിംഗുകൾ പരിശോധിക്കുക. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളിൽ റിസ്ക് വളരെ കൂടുതലായിരിക്കുമെന്നതിനാൽ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിക്ക് അനുസരിച്ച് മാത്രമേ ബോണ്ടുകൾ തിരഞ്ഞെടുക്കാനാവൂ. അവസാനമായി, കോളബിൾ ബോണ്ടുകളെ കുറിച്ച് പ്രത്യേകം ജാഗ്രത പുലർത്തുക. വിപണിയിൽ പലിശ നിരക്കുകൾ കുറയുമ്പോൾ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിക്ഷേപകനിൽ നിന്ന് ബോണ്ടുകൾ നിർബന്ധപൂർവ്വം തിരികെ വാങ്ങാൻ ഇത് പുറത്തിറക്കിയ കമ്പനിക്ക് നിയമപരമായ അവകാശമുണ്ട്. അതുകൊണ്ട് ഇത്തരം ബോണ്ടുകളിൽ പണം ഇറക്കുമ്പോൾ കമ്പനികൾ കാലാവധിക്ക് മുൻപ് ഇത് തിരികെ എടുക്കാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി അളക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഒരു ബോണ്ട് പുറത്തിറക്കുന്ന കമ്പനിക്ക് അതിന്റെ അസൽ തുകയും പലിശയും കൃത്യസമയത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് വിലയിരുത്തുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ്. ഇതിനായി അവർ നൽകുന്ന റേറ്റിംഗുകൾ നോക്കി നമുക്ക് ബോണ്ടുകളുടെ സുരക്ഷിതത്വം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇതിൽ AAA റേറ്റിംഗ് ലഭിച്ച ബോണ്ടുകൾക്കാണ് ഏറ്റവും ഉയർന്ന സുരക്ഷിതത്വവും ഏറ്റവും കുറഞ്ഞ ക്രെഡിറ്റ് റിസ്കും ഉള്ളത്. തൊട്ടു പിന്നാലെയുള്ള AA ഉയർന്ന സുരക്ഷിതത്വത്തെയും, A മതിയായ സുരക്ഷിതത്വത്തെയും, BBB മിതമായ സുരക്ഷിതത്വത്തെയും കാണിക്കുന്നു. എന്നാൽ BB റേറ്റിംഗിലേക്ക് എത്തുമ്പോൾ അത് റിസ്ക് കൂടിയ ഒരു സ്പെക്യുലേറ്റീവ് ഗ്രേഡായി മാറുന്നുണ്ട്. ഇതിലും താഴെയുള്ള B റേറ്റിംഗ് ഉയർന്ന ഡിഫോൾട്ട് റിസ്കിനെയും, അതായത് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയെയും, C വളരെ ഉയർന്ന ഡിഫോൾട്ട് റിസ്കിനെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനത്തെ റേറ്റിംഗ് ആയ D വ്യക്തമാക്കുന്നത് ആ ബോണ്ട് പുറത്തിറക്കിയ കമ്പനി ഇതിനകം തന്നെ തകരുകയും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാകാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്തു എന്നാണ്. ചുരുക്കത്തിൽ, ഉയർന്ന പലിശ മാത്രം നോക്കാതെ ഈ ക്രെഡിറ്റ് റേറ്റിംഗുകൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ ബോണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ.